കന്നഡ ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു സെൻസേഷണൽ സിനിമയായിരുന്നു കാന്താര എന്ന് പറയുന്നത്. കാന്താര സിനിമയുടെ സെക്കൻഡ് പാർട്ട് കാന്താര ദ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന് പറയുന്ന സിനിമ ഒക്ടോബർ 2 ഇറങ്ങാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ന് റിലീസാകുകയാണ്. അപ്പം ട്രെയിലർ 12:45 PM റിലീസാകാൻ പോകുന്നത്. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കന്നഡ ഒഫീഷ്യൽ ലാംഗ്വേജിലുള്ള ലിങ്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഒരുപാട് പ്രതീക്ഷയുള്ള, ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് കാന്താര 2 എന്ന് പറയുന്നത്. ഒരുപാട് വിപത്തുകളും ഇതിനോടകം നടന്ന എനിക്ക് തോന്നുന്നു ഒരു 20ഓളം ആൾക്കാർക്ക് ആക്സിഡൻറ്റും അതുപോലെ തന്നെ ഒരു 10ഓളം പേര് സെറ്റിൽ മരിക്കുകയൊക്കെ ചെയ്ത ഒരു ബാഡ് ലക്ക് ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു എന്നൊക്കെ അവിടുത്തെ കോടതി തന്നെ അനൗൺസ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്കൊക്കെ സംഭവിക്കുകയുണ്ടായി. ഋഷഭ് ഷെട്ടി തന്നെ ആക്സിഡൻറ്റിൽ പെടുകയും പുള്ളിക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. സോ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് സിനിമ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ അവസാന നിമിഷം വരെ കേരളത്തിൽ റിലീസ് ചെയ്യില്ല എന്ന് ഫെഫ്ക വരെ അനൗൺസ് ചെയ്തു. എന്തോ ഷെയറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട്. ഇപ്പോൾ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസാണ് സിനിമ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഒക്ടോബർ 2 പടം റിലീസാകുമ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഖത്തറിലായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടുത്തെ തിയേറ്ററിലാണ് ഞാനിത് കണ്ടത്. അന്ന് കിട്ടിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ലായിരുന്നു. ഒരു ഞെട്ടിക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ കന്നഡ ഒരു ലോക്കൽ ലാംഗ്വേജിൽ മാത്രം അത് ഇറക്കുകയും പിന്നീട് മറ്റുള്ള ഭാഷകളിലേക്ക് ഇത് മൊഴിമാറ്റി ഇറക്കണമെന്നുള്ളൊരു നിർബന്ധത്തോടു കൂടി ആൾക്കാർ ആവശ്യപ്പെട്ട് ഈ സിനിമ റിലീസ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. കാരണം അവിടെ മാത്രം കണ്ടുവരുന്നൊരു റിച്വലും അവിടുത്തെ ഒരു കലയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. സോ അത് അവിടുത്തെ കലയായിട്ട് നമുക്ക് തെയ്യവുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുകയും മലയാളത്തിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാർക്കും ഈ പടം ഒരുപാട് ഇഷ്ടപ്പെടുകയും വെറും ചെറിയ 10 കോടിക്കോ 30 കോടിക്കോ എടുത്തൊരു സിനിമ 100, 200, 300 കോടി കടന്ന് വലിയൊരു സെൻസേഷനായി മാറിയത് നമ്മളെല്ലാം കണ്ടതാണ്. സോ സെക്കൻഡ് പാർട്ടും അതുപോലൊരു വലിയൊരു മിസ്റ്ററി ആയിട്ട് അല്ലെങ്കിൽ ഒരു വലിയൊരു ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഹോംബാല ഫിലിംസിൻ്റെ ഒരു വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് പടം തന്നെയാണ് ഈ കാന്താര ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ട്രെയിലർ റിലീസായിട്ടുണ്ട്. 3, 2, 1. യെസ് മോനെ, എത്ര മിനിറ്റ് ആയിരുന്നു? സത്യം പറയാലോ, ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ, ഗംഭീരം. ഒറ്റ വാക്കി പറയാൻ ഗംഭീരം. സൂപ്പർബായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിനോട് ഇത്രത്തോളം നീതി പുലർത്തിയാണ് അവർ സെക്കൻഡ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത്രത്തോളം എഫേർട്ട് ഇട്ടാണ് ഋഷഭ് ഷെട്ടി പടത്തിനെ കൈകാര്യം ചെയ്തിരിക്കുന്നുള്ളത് നമുക്ക് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമിൽ മനസ്സിലാവുന്നുണ്ട്. സൂപ്പർബായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു വാക്കില്ല പറയാൻ. അതുപോലെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമും ഗംഭീരമായിട്ടുണ്ട്. ജയറാമേട്ടനെ കാണിക്കുന്നുണ്ട്. ഞാൻ കരുതി ജയറാമേട്ടനെ ചെറിയൊരു റോളായിരിക്കുമെന്ന്. സൂപ്പർ റോളാണ്. ഇത് ഫസ്റ്റ് പാർട്ടിലേക്കാണ്. എന്ന് വെച്ചാൽ കാന്താര സിനിമ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു രാജാവിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ രാജാവ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു, ഒരു കാട്ടിലേക്ക് എത്തുന്നതും അവിടെ വന്ന് ആ ഒരു വിഗ്രഹം കാണുന്നതും അവിടുന്ന് ആ വിഗ്രഹത്തിനെ എടുത്തുകൊണ്ട് പോയതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സമാധാനം ഉണ്ടായത് എന്നുള്ളത് ആ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നയിക്കുന്ന അവരുടെ ഈ രാജാവിൻ്റെയൊക്കെ ഒരു ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളതും ആ ഒരു സ്ഥലത്തിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളതും ആ കല്ലിൻ്റെ ഐതിഹ്യം എന്താണെന്നുള്ളതും ഒക്കെയാണ് ഈ സിനിമയിൽ പറയാൻ പോകുന്നത്. അത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സൂപ്പർ വിഷ്വൽസും സൂപ്പർ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു തിയേറ്റർ വാച്ച്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ് ഒക്ടോബർ 2 ഈ സിനിമ കാണാൻ വേണ്ടി. ഇപ്പോൾ കന്നഡ ലാംഗ്വേജിലാണ് കണ്ടത്. മലയാളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റിയാക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ട്രെയിലർ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്. മലയാളം ട്രെയിലറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. യെസ് ഞാൻ വന്നിരിക്കും.